അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. അമ്മാ ബഅദ് ഫഅഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ. സ്നേഹബഹുമാനമുള്ള സഹോദരങ്ങളെ, നമ്മുടെ പ്രിയങ്കരായ ഇമാം ഹസ്രത്ത് ഖലീഫത്തുള്ള മുനീർ അഹമ്മദ് അസീം അയ്യദഹുല്ലാഹു തആല ബിനസ്രിൽ അസീസ് 2025 ഒക്ടോബർ മാസം 3-ാം തീയതി 1447 റബീഉൽ അവ്വൽ 10 നടത്തിയ ജുമാ ഖുത്ബയുടെ അവസാന ഭാഗം. അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ 3-ാം അധ്യായം സൂറ ആൽ ഇംറാനിലെ 164-ാമത്തെ വചനത്തിൽ ഇപ്രകാരം പറയുന്നു: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഹും ദറജാത്തുൻ ഇൻദല്ലാഹി വല്ലാഹു ബസീറും ബിമാ യഅ്മലൂൻ. ഹും അവർക്ക്, ദറജാത്തുൻ ഇൻദല്ലാഹി അല്ലാഹുവിൻ്റെ അടുക്കൽ പലതരം പദവികൾ ഉള്ളവരാകുന്നു. ഹും ദറജാത്തുൻ ഇൻദല്ലാഹി അല്ലാഹുവിൻ്റെ അടുത്ത് അവർക്ക് പല നിലയിലുള്ള പദവികൾ ഉള്ളവരാകുന്നു. വല്ലാഹു ബസീറും ബിമാ യഅ്മലൂൻ അല്ലാഹു തആല ബസീറുൻ കണ്ടുകൊണ്ടിരിക്കുന്നവനാണ്. ബിമാ യഅ്മലൂൻ അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്, അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കുന്നവനാണ് അല്ലാഹു. അല്ലാഹുവിൻ്റെ അടുക്കൽ അവർക്ക് പലവിധ പദവികൾ ഉണ്ട്. ആ പദവികൾ ലഭിക്കുന്ന കാര്യങ്ങൾ അനേകമുണ്ട്. അതിൽ ഒരു കാര്യം രാത്രിയിലെ പ്രാർത്ഥനയാണ്, അതായത് തഹജ്ജുദ് നമസ്കാരം നിർവഹിക്കലാണ്. തഹജ്ജുദ് നമസ്കാരം ഒരു വിശ്വാസിയുടെ മഹത്വത്തെ ഉയർത്തുന്നു. ഹസ്രത്ത് ജിബ്രീൽ അലൈഹിസ്സലാം, വെളിപാടുകളുടെ മുഖ്യ മാലാഖ, ഒരിക്കൽ പരിശുദ്ധ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയുണ്ടായി: നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നിലയിൽ നിങ്ങൾ ജീവിക്കുക, എന്നാൽ ഒരിക്കൽ നിങ്ങൾ മരിക്കുന്നതാണ്. നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് ചെയ്തു കൊള്ളുക, നിങ്ങൾക്ക് അതിനുള്ള പ്രതിഫലം ലഭിക്കുന്നതാണ്. നിങ്ങൾ ഇഷ്ടപ്പെടുന്നവരെ സ്നേഹിച്ചു കൊള്ളുക, എന്നാൽ അവരിൽ നിന്ന് നിങ്ങൾ ഒരിക്കൽ വേർപിരിയും. ഒരു വിശ്വാസിയുടെ ഔന്നത്യം രാത്രിയിലെ തഹജ്ജുദ് പ്രാർത്ഥനയിലാണ് എന്ന് നിങ്ങൾ അറിയുക. അവൻ്റെ അന്തസ്സ് നിലകൊള്ളുന്നത് ജനങ്ങളിൽ നിന്ന് സ്വതന്ത്രനാകുമ്പോഴാണ്. ജനങ്ങളുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസൃതമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ നിന്ന് ഏതൊരു വ്യക്തി മുക്തനാകുന്നുവോ അവൻ അല്ലാഹുവിൻ്റെ ഇഷ്ടഭാജനമായി മാറുന്നതാണ്. ജനങ്ങൾ തങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്നവരെയാണ് തങ്ങളുടെ കൂടെ കൂട്ടുന്നത്. അതുപോലെ അള്ളാഹു ഇഷ്ടപ്പെടുന്നതനുസരിച്ച് പ്രവർത്തിക്കുന്നവരെയാണ് അള്ളാഹു തന്നോടൊപ്പം
നിർത്തുന്നത്. രാത്രിയിലെ പ്രാർത്ഥന തഹജ്ജുദ് അത് നിർബന്ധമല്ലെങ്കിലും അതിന് അസാധാരണമായ മൂല്യമുണ്ട്. പരിശുദ്ധ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, റമദാൻ മാസത്തിലെ വ്രതാനുഷ്ഠാനം ഏറ്റവും ശ്രേഷ്ഠതരമാണ്. അത് കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ മാസത്തിലെ വ്രതാനുഷ്ഠാനമാണ് ശ്രേഷ്ഠതരം, അതായത് മുഹറം മാസം. നിർബന്ധ നമസ്കാരം കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠകരമായ നമസ്കാരം തഹജ്ജുദ് നമസ്കാരമാകുന്നു. അപ്പോൾ രാത്രിയുടെ അവസാന യാമങ്ങളിൽ എല്ലാവരും നിദ്രയിലായിരിക്കുമ്പോൾ മനുഷ്യ ശരീരത്തിൻ്റെ ഇച്ഛകൾക്കനുസൃതമായിട്ട് അവന് സുഖനിദ്രയിൽ പ്രാപിക്കുവാനുള്ള അവസരം. ആ സമയത്ത് അള്ളാഹുവിൻ്റെ പ്രീതി കാംക്ഷിച്ചുകൊണ്ട് ആരെങ്കിലും ഉറക്കത്തിൽ നിന്ന് ഉണർന്ന് അള്ളാഹുവിൻ്റെ തിരുമുമ്പിൽ നിന്നുകൊണ്ട് അവനോട് തൻ്റെ ആവശ്യങ്ങൾ ചോദിച്ചാൽ, അവനുമായി ചേർന്ന് നിൽക്കുവാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചാൽ, തീർച്ചയായിട്ടും പ്രാർത്ഥന ഒരുവൻ്റെ പദവി ഉയർത്തുക മാത്രമല്ല ചെയ്യുന്നത്, മറിച്ച് അത് അവൻ്റെ ശരീരത്തെയും ആത്മാവിനെയും സംരക്ഷിക്കുക കൂടി ചെയ്യുന്നു. പരിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, മുൻകടന്നുപോയ സാത്വികരായ ആളുകളുടെ ചര്യയിൽപ്പെട്ടതായിരുന്നു സ്വന്തം ഇഷ്ടപ്രകാരമുള്ള രാത്രിയിലെ പ്രാർത്ഥനകൾ. അള്ളാഹുവുമായിട്ടുള്ള അതിയായ സ്നേഹം വേണമെന്ന് ആഗ്രഹിക്കുന്നവർ അവനെ ദർശിക്കുന്നതിനും അവനുമായി കൂട്ടുചേർന്ന് നിൽക്കുന്നതിനും ആഗ്രഹിക്കുന്നവർ തിരഞ്ഞെടുക്കുന്ന ഒരു സമയമാണ് രാത്രിയിലെ അവസാനയാമം. ഇത് നിങ്ങളുടെ രക്ഷിതാവുമായി കൂടുതൽ അടുപ്പം സൃഷ്ടിക്കുന്നു, നിങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുന്നു, തെറ്റ് ചെയ്യുന്നതിൽ നിന്നും നിങ്ങളെ തടയുന്നു, ശരീരത്തിലെ അസുഖങ്ങൾ ഇല്ലാതാക്കുന്നു. ഇന്ന് രോഗികളെ കൊണ്ടും ആശുപത്രികളെ കൊണ്ടും നിറഞ്ഞുപോയ ഒരു ലോകത്താണ് നാം ജീവിക്കുന്നത്. ആദരവായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ശരീരത്തിലെ അസുഖങ്ങൾ ഇല്ലാതാക്കുവാൻ തഹജ്ജുദ് നമസ്കാരത്തിന് പ്രത്യേകമായ കഴിവുണ്ട്. അത് അള്ളാഹുവുമായി ഏറ്റവും അടുക്കുന്ന സമയമാണ്. തൻ്റെ ദാസൻ എന്താണോ ആവശ്യം അത് ചോദിക്കുക, അത് അവനിൽ നിന്നും കരസ്ഥമാക്കുക. അതിന് പകരം ഇന്ന് ആളുകൾ അനേകം ദർഗകളിൽ കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ കാര്യങ്ങൾ നേടുന്നതിനായി. ഒരിക്കലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടില്ലാത്ത, ഒരിക്കലും വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടില്ലാത്ത ഇത്തരത്തിലുള്ള ബിദ്അത്തായ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് തങ്ങളുടെ ഭൗതിക ലോക കാര്യങ്ങൾ നേടാമെന്നുള്ള വ്യാമോഹത്തിൽ മനുഷ്യൻ ഇന്ന് ഓടി നടക്കുകയാണ്. മറ്റൊരു ഹദീസിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, 3 രീതിയിലുള്ള ആളുകളെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു. അതിലെ ഒന്ന്, അവൻ യാത്രയിലായിരിക്കുമ്പോൾ രാത്രിയുടെ അവസാന യാമങ്ങളിൽ പ്രാർത്ഥിക്കാനായി അവൻ എഴുന്നേൽക്കുന്നു, എന്നിട്ട് പ്രാർത്ഥിക്കുന്നു. അവൻ പ്രയാസത്തിലായാലും ശരി എളുപ്പത്തിലായാലും ശരി. തഹജ്ജുദ് നമസ്കാരത്തെക്കുറിച്ചാണ്. ഒരു സാഹചര്യത്തിലും തൻ്റെ രക്ഷിതാവുമായിട്ടുള്ള സ്നേഹബന്ധത്തിന് കോട്ടം തട്ടുവാൻ ഒരു സത്യവിശ്വാസി ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ഏത് കഷ്ടപ്പാടിലും ഏത് ബുദ്ധിമുട്ടിലും ഏത് സന്ദർഭത്തിലും അള്ളാഹുവുമായി ചേർന്ന് നിൽക്കുന്നതിന് വേണ്ടി അവൻ സമയം കണ്ടെത്തുന്നു. അത് രാവിൻ്റെ അവസാന യാമങ്ങളിലും. അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ പറയുന്നു, ആരാണോ പ്രാർത്ഥിക്കാനായി ഉണരുന്നത് എന്നിട്ട് 10 വചനങ്ങൾ പാരായണം ചെയ്യുന്നത് അവനെ അശ്രദ്ധനാണ് എന്ന പട്ടികയിൽ രേഖപ്പെടുത്തുകയില്ല. ആരാണോ 100 വചനങ്ങൾ പാരായണം ചെയ്യുന്നത് അവനെ അനുസരണയുള്ളവൻ എന്ന പട്ടികയിൽ എഴുതുന്നതാണ്. ആരാണോ 1000 വചനങ്ങൾ പാരായണം ചെയ്യുന്നത് അവനെ പരിപൂർണമാക്കിയ സേവകൻ എന്ന പട്ടികയിൽ ഉൾപ്പെടുത്തുന്നതാണ്. അങ്ങനെ പല പല തട്ടുകളിലേക്ക് നമുക്ക് കടന്നു പോകുവാൻ കഴിയുന്ന, അള്ളാഹുവുമായി ചേർന്ന് നിൽക്കുവാൻ കഴിയുന്ന വഴികൾ ഇവിടെ തുറക്കപ്പെടുകയാണ്. അങ്ങനെ നാം അറിയുക, രാത്രിയിലെ പ്രാർത്ഥന പ്രകാശത്തിൻ്റെ ഉറവിടമാണ്, ശുദ്ധീകരണത്തിൻ്റെ ഒരു വഴിയാണ്, ഉയർച്ചയിലേക്കുള്ള ഒരു വഴിയാണ്. ഇത് പ്രയാസമാണെങ്കിൽ കൂടി, ഉറക്കം അതികഠിനമാണെങ്കിലും ആരാണോ പ്രാർത്ഥിക്കാനായി ഉണരുന്നത് അവൻ അല്ലാഹുവിൻ്റെ അടുക്കൽ
ഒരു പ്രത്യേക സ്ഥാനം നേടുന്നതാണ്. അന്നദാനം ചെയ്യലും സലാം വ്യാപിപ്പിക്കലും രാത്രിയിലെ പ്രാർത്ഥനയും, ഈ 3 പ്രവർത്തനങ്ങൾക്ക് ധനം ആവശ്യമില്ല, വലിയ അറിവും ആവശ്യമില്ല. അവരോട് ആവശ്യപ്പെടുന്നത് ഒരു നിഷ്കളങ്ക ഹൃദയത്തെയാണ്, ദൃഢമായ ഇച്ഛാശക്തിയെയാണ്, അള്ളാഹുവിനോട് ചേർന്ന് നിൽക്കുവാനുള്ള ഒരാഗ്രഹമാണ്. ഓരോ നിഷ്കളങ്ക പ്രവർത്തിക്കും വിശ്വാസിക്ക് ഓരോ പദവി അള്ളാഹുവിൻ്റെ പക്കൽ നിന്ന് ലഭിക്കുന്നതാണ്. സൂറ ആലി ഇമ്രാനിലെ പരാമർശിച്ചതും ഇപ്പോൾ ഈ പ്രസംഗത്തിൻ്റെ ആദ്യം പാരായണം ചെയ്തതുമായ അധ്യായം 364 അല്ലാഹു തആല പറഞ്ഞത് ഹും ദർജാത്തുൻ ഇൻദല്ലാഹി, അവർക്ക് അള്ളാഹുവിൻ്റെ പക്കൽ പല പല പദവികളുണ്ട്. വല്ലാഹു ബസീറും ബിമാ യഅമലൂൻ, അവർ ചെയ്തുകൊണ്ടിരിക്കുന്നതിനെ അള്ളാഹു സസൂക്ഷ്മം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ലോക ജീവിതത്തിൽ മാത്രം പദവികൾ തേടി അലയുന്നതിനു പകരം പാരത്രിക ലോക ജീവിതത്തിലും ഉന്നതമായ പദവികൾ നേടുന്നതിനായി പരിശ്രമിക്കുന്നത് ബുദ്ധിപരമായ നീക്കം തന്നെയാണ്. അവിടെയാണ് യഥാർത്ഥമായ പ്രതിഫലം കുടികൊള്ളുന്നത്. അല്ലാഹു തആല ഒരു നല്ല പ്രവൃത്തിക്കും പ്രതിഫലം നൽകാതിരിക്കില്ല. ഈ വാക്കുകൾ നിങ്ങളുടെ ഹൃദയത്തിൽ ചലനങ്ങൾ സൃഷ്ടിക്കട്ടെ. ഓരോരുത്തരിലും അള്ളാഹുവിനോട് ചേർന്ന് നിൽക്കുവാനുള്ള ഒരു ഉത്തേജനം ഉണ്ടാകട്ടെ. ഓരോ നിഷ്കളങ്ക പ്രവർത്തിക്കും അതിലൊരു പ്രകാശം ഉണ്ടായിരിക്കും. അത് നമ്മെ സ്വർഗത്തിലേക്ക് ആനയിക്കുന്നതാണ്. ഇൻഷാ അല്ലാഹ് നമ്മുടെ സമസ്ത പ്രശ്നങ്ങൾക്കും പരിഹാരമായി അല്ലാഹു തആലയോടൊപ്പം ചേർന്ന് നിൽക്കുവാൻ മുസ്ലിം സമൂഹം, മാനവ സമൂഹം തയ്യാറാകട്ടെ. ജസാക്കുമുല്ലാഹു അഹ്സനൽ ജസാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.